ഹായ്ഡ മക്കളെ, എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എന്തൊക്കെയാണ്, എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മളുടെ മാത്തമാറ്റിക്സ് എക്സാം എന്ന് പറയുന്നത് അടിപൊളിയായിരുന്നു. നാളത്തെ മലയാളത്തിന് വേണ്ടിയിട്ടുള്ള ഇമ്പോർട്ടന്റ് പാർട്സ് ക്വസ്റ്റ്യൻ പേപ്പർ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. മലയാളത്തിന്റെ ഇമ്പോർട്ടന്റ് പാർട്സ് ലൈവായിട്ട് വൈകുന്നേരം വരും. അതൊക്കെ കണ്ടിട്ട് സെറ്റായിട്ട് പോയിട്ട് പരീക്ഷ എഴുതണേ. ഓക്കെ, റെഡി. അപ്പോൾ നമ്മൾ നേരെ സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത് പൂക്കളം. ടീച്ചർ ആസ്ക്ഡ് ദ തേർഡ് സ്റ്റാൻഡേർഡ് സ്റ്റുഡന്റ് ടു മേക്ക് എ ഡിസൈൻ ഓഫ് പൂക്കളം ഇൻ കണക്ഷൻ വിത്ത് ദ ഓണം സെലിബ്രേഷൻ. ദ ഡിസൈൻസ് ബൈ ആമിന ഈസ് ഗിവൺ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഈ ഒരു ട്രയാങ്കിളിന് നമ്മൾ ബ്ലൂ കളർ കൊടുക്കുക, സർക്കിളിന് നമ്മൾ റെഡ് കളർ കൊടുക്കുക, റെക്ടാങ്കിളിന് നമ്മൾ ഗ്രീൻ കളർ കൊടുക്കുക. മേക്ക് ദ ഡിസൈൻ ബ്യൂട്ടിഫുൾ ഗിവിംഗ് ദീസ് കളേഴ്സ്. അത് കൊടുത്തിട്ട് കളർ ചെയ്യുക. അതേപോലെ തന്നെ അടുത്തത് ഐഡന്റിഫൈ ദ ഷേപ്സ് ഇൻ ദ പിക്ചർ ആൻഡ് റൈറ്റ് ദയർ നെയിംസ് എന്നാണ്. അപ്പോൾ നമുക്ക് ത്രികോണമാണ്, വട്ടമാണ്, അതേപോലെ തന്നെ ചതുരമാണ്. നമുക്ക് എഴുതി കൊടുക്കാം. ട്രയാങ്കിൾ ഉണ്ട്, സർക്കിൾ ഉണ്ട്, അതേപോലെ തന്നെ റെക്ടാങ്കിൾ ഉണ്ട്. അത് നമ്മളങ്ങനെ എഴുതി കൊടുക്കുന്നു. ഇനി അടുത്തത് draw a picture using the shapes that you have identified. ഓക്കെ, അപ്പോൾ നമുക്കിതൊക്കെ ഇഷ്ടമുള്ളൊരു ചിത്രം നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഷേപ്പ് വെച്ചിട്ട് നിങ്ങൾക്ക് വരച്ചു കൊടുക്കാം. ഈസി. അത് കഴിഞ്ഞിട്ട് സ്പോർട്സ് മീറ്റ് ആണ്. ചെസ് നമ്പർ ഫ്രം 100 to 244 were given to the athletes who participated in Rajamali Government UP School Sports Meet. Write the number of students. Write the number of total students who participated in sports meets ആണ്. അപ്പോൾ നമുക്കത് നോക്കിക്കഴിയാം അല്ലേ. 100 to 244 ആണ്. അപ്പോൾ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അത് 145 എന്ന് ഉത്തരം കിട്ടും. അത് കഴിഞ്ഞ് ചെസ് നമ്പർ 100 മുതൽ 155 വരെയുള്ള കുട്ടികൾ ഗിവൺ ടു ദ LP സ്റ്റുഡൻസ്. ഹൗ മെനി LP സ്റ്റുഡൻസ് പാർട്ടിസിപ്പേറ്റഡ് ഇൻ ദ കോമ്പറ്റീഷൻ. അപ്പോൾ 155 നിന്ന് 100 കുറച്ചിട്ട് 1 കൂട്ടി കൊടുക്കുക. നമുക്കറിയാം അതൊക്കെ ചെയ്യാൻ. ഇനി അടുത്തത് അതേപോലെ തന്നെ അതിൽ 109 അല്ലേ, 101 ഉണ്ട്, അതേപോലെ തന്നെ 109 ഉണ്ട്. സ്റ്റുഡി in the correct order in the first line. Write the just number of the fifth student in the line ആണ്. അതായത് 5th സ്റ്റുഡൻറ്റിൻ്റെ ലൈനിൽ ആ ഒരു നമ്പർ എത്രയായിരിക്കും? 105 ആണ്. അതേപോലെ തന്നെ 685 വാസ് സ്പെൻഡ് ടു ഗിവ് ദ മെഡൽസ് ടു ദ വിന്നേഴ്സ് കോണ്ടസ്റ്റ് ഇൻ 284 റുപ്യ അല്ലേ. 655 റുപ്യ എന്ത് ചെയ്തു, സ്പെൻഡ് ചെയ്തു. ഗിവ് ദ മെഡൽസ് ടു വിന്നേഴ്സ് കോണ്ടസ്റ്റ് 284 വാസ് സ്പെൻഡ് ടു പ്രിപ്പയർ ദ ചെസ് നമ്പേഴ്സ്. റൈറ്റ് ദ ടോട്ടൽ എമൗണ്ട് സ്പെൻഡ്. 284 655 റുപ്യാണ് മെഡൽ വാങ്ങാനും അതേപോലെ തന്നെ ചെസ് നമ്പറിൻ്റെ കാര്യങ്ങൾ ആ സാധനങ്ങളൊക്കെ വേണ്ടിയിട്ട് എന്ത് ചെയ്തു, 655 284 റുപ്യ ചിലവായി. എത്ര റുപ്യ ചിലവായി എന്നാണ് ടോട്ടൽ ചോദിക്കുന്നത്. അതാണ് ഇങ്ങനെ എന്തൊക്കെ ചുരുട്ടി വലിച്ചെല്ലാം കൂടി 655 284 കൂട്ടിയൊക്കെ 969. കഴിഞ്ഞിട്ട് സ്കൂൾ ബസാറിന്റെ ചോദ്യമാണ്. വിദ്യ ബോട്ട് തിങ്സ് ഫോർ ₹815 ഫ്രം ദ സ്കൂൾ ബസാർ. അറ്റ് ഫസ്റ്റ് ഷീ ബോട്ട് ആൻ അംബ്രല ആൻഡ് എ ബോക്സ്. നെയിം ദ തിങ്സ് ഷീ ബോട്ട് ഫോർ ദ ബാലൻസ് മണിയാണ് അല്ലേ. 815 റുപ്യാണ് അല്ലേ. ഓക്കെ, അതുപോലെ എന്ത് ചെയ്തു, അവൾ അംബ്രലയും വാങ്ങി, ബോക്സ് വാങ്ങി. ഇനി അവളുടെ കയ്യിൽ എത്ര റുപ്യ ബാക്കി ഉണ്ടാവുന്നതാണ് അല്ലേ. ഓക്കെ, അല്ലെങ്കിൽ നെയിം ദ തിങ് ഷീ ബോട്ട് ഫോർ ദ ബാലൻസ് മണി. എത്ര റുപ്യ ബാക്കി ഉണ്ടാവും, ആ പൈസക്ക് എത്ര റുപ്യ എന്തോ ഒക്കെ വാങ്ങാൻ പറ്റുമെന്നാണ്. റെഡി. അപ്പോൾ അംബ്രലക്ക് 400 ബോക്സിന് 85 അപ്പോൾ 485 രൂപയാണ്. 815 നിന്ന് 485 രൂപ നമ്മൾ കുറച്ച് നോക്കുന്നു. അപ്പോൾ 330 രൂപ എന്ന് കിട്ടുന്നു. 330 രൂപയ്ക്ക് നമുക്ക് എന്ത് വാങ്ങാം, അവിടെ ഒരു ഷൂ കൊടുത്തിട്ടുണ്ട്. ആ ഷൂ നമുക്ക് വാങ്ങാം. ഇനി അടുത്ത ചോദ്യം. ഇഫ് വൺ ഹാസ് ടു ബൈ ദ മോസ്റ്റ് എക്സ്പെൻസീവ് ഐറ്റം ആൻഡ് ദ ചീപ്പസ്റ്റ് ഐറ്റം ഫ്രം ദ സ്കൂൾ ബസാർ, ഹൗ മച്ച് വിൽ നീഡ് ടു ഇൻ ടോട്ടൽ. അപ്പോൾ ഇതിൽ ഏറ്റവും വലിയ സാധനം, ഏറ്റവും ചെറിയ സാധനം. വലിയ സാധനം എന്ന് പറയുമ്പോൾ വില കൂടിയ സാധനം, വില കുറഞ്ഞ സാധനം എന്ത് ചെയ്യുക, രണ്ടും കൂടെ എഴുതി നോക്കിയിട്ട് അത് കൂട്ടി എഴുതുക. 475 രൂപയാണ്. അത് കഴിഞ്ഞിട്ട് അടുത്തത്, ഹൗ മച്ച് വിൽ ബി നീഡഡ് ടു ബൈ എ കളറിംഗ് ബുക്ക്, സ്കെച്ച് പെൻ ആൻഡ് എ ബോക്സ്. പുട്ട് ടിക്ക് മാർക്ക് അഗൈൻസ്റ്റ് ദ റൈറ്റ് ആൻസർ. അപ്പോൾ 100ഉം 85ഉം 55ഉം അപ്പോൾ 240 രൂപ. അതിന് നമ്മൾ എന്ത് ചെയ്തു, ടിക്ക് മാർക്ക് കൊടുക്കുന്നു. അത് കഴിഞ്ഞിട്ട് ആക്ടിവിറ്റി 4 ആണ് അബാക്കസ്. അഖില ആൻഡ് ഫസൽ സ്റ്റഡിയിങ് ഇൻ ക്ലാസ് 3 ആർ മേക്കിംഗ് ഡിജിറ്റ്സ് യൂസിങ് അബാക്കസ്. ദ ഡിജിറ്റ്സ് they made using 23 bits are given below in the abacus. Okay, അപ്പോൾ അഖിലയും ഫസലുമാണ്. അഖിലേൻ്റെ ഫസലിൻ്റെ അബാക്കസിൽ ആ ഒരു സംഭവം നോക്കിയിട്ട് നമ്പർ എഴുതി കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒന്നാമത്തെ നമുക്ക് 869, രണ്ടാമത്തത് 788. റെഡിയാണ്. അടുത്ത നോക്കൂ. ഇഫ് അഖില ചേഞ്ച്ഡ് എ ബീഡ് ഫ്രം 1's പൊസിഷൻ ടു 100 പൊസിഷൻ. അപ്പോൾ അതായത് 1ന്റെ പൊസിഷനിൽ നിന്ന് 100ന്റെ പൊസിഷനിലേക്ക് ഒരു നമ്പർ മാറ്റി കഴിഞ്ഞാൽ എത്രയായിരിക്കും വരിക? 968 വരിക. ഇനി അടുത്ത ഇൻ ദ സെക്കൻഡ് റൗണ്ട് ഫസൽ എന്ത് ചെയ്തു, മാറ്റി 10th, അതായത് ഒരു മണിയും ഒരു മുത്തെടുത്തിട്ട് എന്ത് ചെയ്തു, 10ന്റെ പൊസിഷനിൽ നിന്ന് 100ന്റെ പൊസിഷനിലേക്ക് മാറ്റി. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അത് എത്രയാ വരിക എന്നുള്ളതാണ് 878 എന്നാണ് ആൻസർ വരിക. ഓക്കെ, റെഡി. അത് കഴിഞ്ഞ് ഡ്രോ ദ ലാർജസ്റ്റ് 3-digit നമ്പർ ഇൻ അബാക്കസ് ദാറ്റ് ക്യാൻ ബി യൂസ്ഡ് 2-3 ബീഡ്സ്. അപ്പോൾ 23 ആ ഒരു മുത്തുകൾ വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ സംഖ്യ എന്ന് പറയുന്നത് 995. റെഡി.
നിറയുന്ന എന്താണ് കണക്കുപെട്ടിയാണ്. ദർ ആർ 1000 ഈർക്കിൽ സ്റ്റിക്സ് രാഹുൽസ് മാത്തമാറ്റിക്കൽ ബോക്സ്. ഇറ്റ് ഈസ് കെപ്റ്റ് ഇൻ ദ ബോക്സ് ഇൻ ബണ്ടിൽസ് ഓഫ് 100 ഈച്ച്. ദർ വേർ ഓൺലി 850 സ്റ്റിക്സ് ലെഫ്റ്റ് ഇൻ ദ ബോക്സ് വെൻ സാജു ആൻഡ് ബിജു അറേഞ്ച്ഡ് ദം ആഫ്റ്റർ ദ മാത്തമാറ്റിക്കൽ ഗെയിം. അതായത് നമ്മുടെ രാഹുലിൻ്റെ ബോക്സിൽ പിന്നെ 850 സ്റ്റിക്ക് ഉണ്ട്. അത് 100ൻ്റെ എന്താക്കിയിട്ടാണ് വെച്ചത്, ബണ്ടിലാക്കിയിട്ടാണ് വെച്ചത്. അപ്പോൾ സോറി അങ്ങനെയല്ലടാ, 1000 ഈർക്കിൽ സ്റ്റിക്സ് ഉണ്ട്, അത് 100ൻ്റെ ബണ്ടിലാക്കിയിട്ടാണ് വെച്ചത്. ഈ സാജുവും ബിജുവും കുറച്ച് സാധനങ്ങൾ എടുത്ത് ഉപയോഗിച്ച് കഴിഞ്ഞു, അവർ എന്തോ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിൻ്റെ ബാക്കിയായിട്ട് ദർ വർ ഓൺലി 850 സ്റ്റിക്സ് ആണ് ബാക്കി ലെഫ്റ്റ് ഉള്ളത്. ഹൗ മെനി മോർ നീഡഡ് ടു മേക്ക് ഇറ്റ് 1000. അപ്പോൾ 1000 ആണ്. അപ്പോൾ കുറച്ചുകൂടെ ഉപയോഗിച്ചല്ലോ, 1000 ആണ്. ഇനി എത്ര എണ്ണം വേണ്ടി വരും? അപ്പോൾ 150 എണ്ണം കൂടി വേണ്ടി വരും. ഇനി അടുത്തത് എങ്ങനെയാണ് കണ്ടത്? 1000-ൽ നിന്ന് 850 കുറച്ച് നോക്കുക, 150 കിട്ടി. ഇനി ഹൗ മെനി ബണ്ടിൽസ് വിൽ ബി ദർ? 850 സ്റ്റിക്സ് ആർ അറേഞ്ച്ഡ് ആസ് എ ബണ്ടിൽ ഓഫ് 10. 850 എണ്ണാണുള്ളത്. അപ്പോൾ 850നെ 10ൻ്റെ ബണ്ടിലാക്കി എത്ര എണ്ണം ഉണ്ടാവും? 55 ബണ്ടിലാണ് ഉണ്ടാവുക അല്ലേ. ഇനി അടുത്തത് കംപ്ലീറ്റ് ദ പാറ്റേൺ ആണ്. 150, 300 അല്ലേ, 150 വെച്ച് കൂടുകയാണ്, 450, ഇനി 600, 750. ഇനി കംപ്ലീറ്റ് ദ ബ്ലാങ്ക്സ് ആണ്. 987 നമ്മൾ ഡിഫറൻറ്റ് വേസിൽ എഴുതാൻ വേണ്ടിയിട്ടാണ് അല്ലേ. 900, 8 10s, 7 1s അല്ലേ, 9 100കൾ, 8 10കൾ, അതേപോലെ തന്നെ 7 1കൾ എന്ന് എഴുതി കൊടുക്കാം. അതേപോലെ തന്നെ 987 1s എന്ന് എഴുതി കൊടുക്കാം. പിന്നെ 98 10s എന്ന് എഴുതാം, 7 1s എന്ന് എഴുതാം. അത് കഴിഞ്ഞ് അടുത്ത് നോക്കുകയാണ് നമ്മൾ വേൾഡ് കപ്പ്. ദ ടേബിൾ ഗിവൺ ബിലോ ഈസ് ദ ഡീറ്റെയിൽസ് ഓഫ് പ്ലേയേഴ്സ് ഹു വൺ മാക്സിമം റൺസ് ഇൻ ദ 2020 വേൾഡ് കപ്പ് മാച്ച്. അനലൈസ് ദ ടേബിൾ ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻസ് എന്നാണ്. അപ്പോൾ ഇവിടെ ഡീകോക്ക് സൗത്ത് ആഫ്രിക്ക 243, TM ഹെഡ് ഓസ്ട്രേലിയ 255, റഹ്മാനുള്ള ഗുർബാസ് അഫ്ഗാനിസ്ഥാൻ 251, ഇബ്രാഹിം സദ്രാൻ അഫ്ഗാനിസ്ഥാൻ 231, രോഹിത് ശർമ്മ ഇന്ത്യ 257. നെയിം ദ പ്ലെയർ ഹു വൺ മാക്സിമം റൺസ്, ഹൗ മെനി റൺസ്? അപ്പോൾ 281 അല്ലേ മാക്സിമം റൺസിന്. അയാളുടെ പേരാണ് റഹ്മാനുള്ള ഗുർബാസ് അല്ലേ. അടുത്തത് റൈറ്റ് ദ പൊസിഷൻ ഇന്ത്യൻ പ്ലെയർ രോഹിത് ശർമ്മ. രോഹിത് ശർമ്മൻ്റെ പൊസിഷൻ എന്താണെന്നാണ്. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ അത് 281 കഴിഞ്ഞിട്ട് പിന്നെ രണ്ടാമത്തത് 257. അപ്പോൾ സെക്കൻഡ് പൊസിഷനാണ് രോഹിത് ശർമ്മക്കുള്ളത്. ഇനി അടുത്തത് നോക്കൂ, ഹൗ മെനി റൺസ് ഡിഡ് ബോത്ത് ദ അഫ്ഗാനിസ്ഥാൻ പ്ലെയേഴ്സ് സ്കോർ? അപ്പോൾ 281 231. അഫ്ഗാനിസ്ഥാൻ പ്ലെയേഴ്സ് രണ്ടാൾക്കാരാണുള്ളത്. ഓരോ രണ്ടാളെയും റൺസ് നമ്മൾ കൂട്ടുന്നത് 251 231, രണ്ടും കൂടി കൂട്ടുമ്പോൾ 512 എന്ന് കിട്ടും. അത് കഴിഞ്ഞിട്ട് റൈറ്റ് ദ നെയിംസ് പ്ലെയേഴ്സ് ഹു ആർ ഇൻ ഫസ്റ്റ് 3 പൊസിഷൻ. അപ്പോൾ ആരൊക്കെയാണ് ഉള്ളതെന്നാണ്. അപ്പോൾ നമ്മൾ നോക്കുക, ഒന്നാമതായിട്ട് നമുക്ക് ഇവിടെ നോക്കുമ്പോൾ റഹ്മാനുള്ള ഗുർബാസ് ആണ്, 251 പോയിന്റ് ഉണ്ട്. രോഹിത് ശർമ്മ രണ്ടാമതാണ്, 257 പോയിന്റ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് 255 പോയിന്റുമായിട്ട് TM ഹെഡ് ആണുള്ളത്. അതാണ് ഇവിടെ എഴുതി കൊടുക്കുന്നത്. സിമ്പിൾ എക്സാം ആയിരുന്നു. നാളത്തെ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള മലയാളത്തിൻ്റെ ഇമ്പോർട്ടൻറ്റ് പാർട്സ് അതേപോലെ തന്നെ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതൊക്കെ പോയി കണ്ടിട്ട് സെറ്റായിട്ട് ഫുൾ മാർക്ക് എല്ലാവരും സ്കോർ ചെയ്യണേ. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ 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 ബൈ.